പ്രിയപ്പെട്ട കൂട്ടുകാരെ, അക്ഷരപൂജയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് പി പത്മരാജൻ്റെ ഒരു കഥയാണ്. കഥയുടെ പേര് ഓർമ്മ എന്നാണ്. നമുക്ക് കഥയിലേക്ക് കടക്കാം. കുറേ നാൾ മുമ്പാണ് ശങ്കരനാരായണ പിള്ളയും കുടുംബവും കൂടി നാഷണൽ ഹൈവേയിലൂടെ ഒരു ടാക്സി കാറിൽ തിരുവനന്തപുരത്തു നിന്ന് കറ്റാനം എന്ന സ്ഥലത്തേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. പിള്ള മുൻ സീറ്റിൽ കനത്ത മുഖവുമായിരുന്നു. പിൻ സീറ്റിൽ ഭാര്യ കമലമ്മയും മകൾ ശൈലജയും മകളുടെ ഭർത്താവ് സോമൻ നായരും അവരുടെ കുട്ടി പ്രീതിയും. എല്ലാവരുടെയും മുഖങ്ങളിൽ ഗൗരവവും കണ്ണുനീരിൻ്റെ ലേശ നനവും. കുടുംബത്തിൽ ഏറെ കാലത്തിനു ശേഷം സംഭവിക്കുന്ന ഒരു മരണം എന്നതിനപ്പുറം അങ്ങനെ വല്ലാതെ ദുഃഖിക്കത്തക്കവണ്ണം ഒന്നും സംഭവിച്ചിരുന്നില്ല. നാരായണപിള്ളയുടെ അപ്പച്ചി, അതായത് അച്ഛൻ്റെ സഹോദരി KM ഗൗരിയമ്മയാണ് 73-ാമത്തെ വയസ്സിൽ വാർദ്ധക്യ സഹജമായി ചരമമടഞ്ഞത്. പിള്ള കൂടി എത്തിയിട്ടേ ശവദാഹം നടക്കൂ എന്ന് സന്ദേശം കിട്ടിയപ്പോൾ ഇമാതിരി അവസരങ്ങളിൽ സാധാരണ പ്രദർശിപ്പിച്ചു പോരാറുള്ള ധൃതിയും പരിഭ്രമവും ഒക്കെ നിറച്ച് ടാക്സി പിടിച്ച് പുറപ്പെട്ടു എന്നേയുള്ളൂ. പാരിപ്പള്ളിക്ക് അടുത്തെത്തിയപ്പോൾ പിള്ളയുടെ മനസ്സ് എവിടെയൊക്കെയോ പാറിപ്പറന്ന് അപ്പച്ചിയിൽ വന്നു വീണു. അച്ഛൻ മരിക്കുന്നതുവരെ അവരുമായുള്ള ബന്ധം ഏറെക്കുറെ സുദൃഢമായിരുന്നു എന്ന് തന്നെ പറയാം. അതിനുശേഷവും ഇടയ്ക്കൊക്കെ അവധിക്ക് പോകുമ്പോൾ കാണുമായിരുന്നു. ഏറ്റവും ഒടുവിൽ കണ്ടത് ഒരോണത്തിന് മുണ്ടും കൊണ്ട് ചെന്നപ്പോഴാണ്. കസവ് കരയുള്ള മുണ്ടു നിവർത്ത് നോക്കിയിട്ട് അപ്പച്ചി ചോദിച്ചു, ഇനിയിപ്പോ എന്തിനാടാ കുഞ്ഞേ എനിക്ക് ഈ കസവും നേരിയതൊക്കെ? അപ്പച്ചിക്ക് പുറത്തു പോകുമ്പോൾ എടുത്തൂടെ? കാറാൾക്കടയിലെ മുണ്ടാണ്. ഓ, ഇനിയിപ്പോൾ പോവാൻ ഒരിടയേ ഉള്ളൂ. അപ്പച്ചി അത് പറഞ്ഞതും അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അത് കണ്ടപ്പോൾ പിള്ളയ്ക്കും മനസ്സു നൊന്തു. കുട്ടിക്കാലത്ത് പിള്ളയെയായിരുന്നു അപ്പച്ചിക്ക് സ്വന്തം മകൻ പ്രഭാകരനേക്കാൾ ഇഷ്ടം. കുട്ടിക്കാലത്ത് പിള്ളയെയായിരുന്നു അപ്പച്ചിക്ക് സ്വന്തം മകൻ പ്രഭാകരനേക്കാൾ ഇഷ്ടം. ഭാവിയിൽ തൻ്റെ മകളുടെ രക്ഷിതാവായി അപ്പച്ചി അന്ന് കണ്ടിരുന്നതും ശങ്കരനാരായണനെ തന്നെയായിരുന്നു. പ്രഭാകരൻ വേണ്ടാധീനങ്ങൾ കാണിച്ച നാട്ടിൽ അല്പസ്വല്പം ചീത്തപ്പേര് പിടിച്ചു തുടങ്ങിയ കാലത്ത് ഒരിക്കൽ അപ്പച്ചി മനസ്സ് കാഞ്ഞു പറഞ്ഞു, നീ വല്ലോനെ കുത്തിയിട്ട് ജയിലിൽ പോയാലും എനിക്കൊരു സമാധാനമുള്ളത് എൻ്റെ മോൾക്ക് ശങ്കരനാരായണൻ ഉണ്ടായിരിക്കുമല്ലോ എന്നുള്ളതാ. അത് കേട്ടപ്പോൾ തൻ്റെ മുഖത്തേക്ക് രക്തം ഇരച്ചു കയറിയതും തുടർന്ന് ദേഹത്താകെ ഒരു ചൂട് അരിച്ചതും ശങ്കരനാരായണ പിള്ള ഇപ്പോഴും ഓർക്കുന്നു. അപ്പച്ചിയുടെ മോളും ഞാനുമായി വല്ലാത്തൊരു തരം അടുപ്പം വികസിച്ചു തുടങ്ങിയ നാളുകളായിരുന്നു അവ. അമ്മാമൻ്റെ മോളെന്നതുപോലെ അപ്പച്ചിയുടെ മോളും നായന്മാർക്ക് മുറപ്പെണ്ണാണല്ലോ. അന്യവിചാരത്തോടെ പെണ്ണൊരുത്തിയുടെ ദേഹത്ത് ആദ്യമായി സ്പർശിച്ചത് അവളുടെ മേനിയിലാണ്. കൈനകരിക്കാരൻ ഗോവിന്ദക്കുറുപ്പ് എന്ന ഭൂവുടമയ്ക്ക് ഒടുവിൽ അവളെ കല്യാണം കഴിച്ചയച്ചപ്പോൾ താൻ ആത്മഹത്യയെപ്പറ്റി കാര്യമായി ചിന്തിച്ചതുപോലുമാണ്. 30-35 വർഷങ്ങൾക്ക് മുമ്പത്തെ ആ വിയർപ്പു തുള്ളികളുടെ സ്വാദ് ഇപ്പോഴും നാവിൽ വന്ന് നിറയുന്നതുപോലെ ശങ്കരനാരായണ പിള്ളയ്ക്ക് തോന്നി. തമ്മിൽ കണ്ടിട്ട് വർഷങ്ങളേറെയായെങ്കിലും അവളുടെ മുഖം ഇപ്പോഴും വ്യക്തമായി മനസ്സിലെത്തുന്നു. ഇന്ന് തീർച്ചയായും അവളെ കണ്ടുമുട്ടാതെ ഇരിക്കില്ല. അമ്മ മരിച്ചതല്ലേ, വരും. കരഞ്ഞു നിലവിളിച്ച മുഖവുമായി അമ്മയുടെ ശവശരീരത്തിനരികിൽ കുമ്പിട്ടിരിക്കുന്ന അവളുടെ രൂപം ഇപ്പോഴേ കാണാമെന്ന് തോന്നുന്നു. പെട്ടെന്നാണ് ശങ്കരനാരായണ പിള്ളയുടെ മുന്നിൽ ഒരിടിമിന്നൽ പോലെ ഒരു ചോദ്യം വന്നു വീണത്. എന്താണ് അവളുടെ പേര്? അപ്പോൾ കാർ ചിന്നക്കടയിലെ ട്രാഫിക് ജാമിൽ കുരുങ്ങി കിതച്ചു നിൽക്കുകയായിരുന്നു. അവളുടെ പേര് ഓർത്തു കിട്ടാൻ വൈകുന്തോറും പിള്ളയുടെ മനസ്സും കിതച്ചു തുടങ്ങി. എന്തായിരുന്നു അവളുടെ പേര്? എത്ര ഓർക്കാൻ ശ്രമിച്ചിട്ടും ആ പേര് ഓർമ്മ വരുന്നില്ല. പൊടിമോളെന്ന് വിളിക്കുമായിരുന്നെങ്കിലും അതൊരു ചെല്ലപ്പേര് മാത്രമായിരുന്നല്ലോ. അവളുടെ ശരിയായ പേര്? കറ്റാനം എത്തുന്നതുവരെയും അയാൾക്ക് ആ പേര് കിട്ടിയില്ല. തനിക്ക് എന്തോ താൽക്കാലികമായ തകരാറ് സംഭവിച്ചിരിക്കുന്നു എന്ന് പിള്ളയ്ക്ക് തോന്നി. പൊതുവെ ഓർമ്മയുടെ കാര്യത്തിൽ
താനൊരു വമ്പനാണെന്നാണ് വെപ്പ്. സെക്രട്ടേറിയറ്റിൽ ഒപ്പം ഉദ്യോഗം നോക്കുന്നവർ പലരും സംശയ നിവൃത്തിക്കായി സമീപിക്കുന്നത് പിള്ളയെയാണ്. ഓർമ്മയിൽ നിന്ന് അയാൾ പറയുന്നത് രണ്ടാമതൊന്ന് ഒത്തുനോക്കുക കൂടി ചെയ്യാതെ അവരെല്ലാം വേദവാക്യമായി എടുക്കാറുണ്ട്. ഒരു നിഘണ്ടുവിൻ്റെയോ എൻസൈക്ലോപീഡിയയുടെയോ വിശ്വാസ്യത തനിക്കുണ്ടെന്ന് പിള്ളയ്ക്ക് തന്നെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അങ്ങനെയുള്ള തനിക്കാണ് ഇപ്പോഴീ ഒരു പേര് ഓർത്തെടുക്കാൻ കഴിയാത്തതെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിനാകെ പരിഭ്രമമായി. അപ്പച്ചിയുടെ മരണവും അതിനോടനുബന്ധിച്ചു ഉള്ള മറ്റെല്ലാ കാര്യങ്ങളും അതോടെ പിൻനിരയിലേക്കു തള്ളപ്പെട്ടു. ഒരു പേരിനു വേണ്ടി, ഒരു ലളിത പദത്തിനു വേണ്ടി അയാളുടെ മനസ്സ് നിലയറ്റ വെള്ളത്തിൽ തുഴഞ്ഞു. ശവദാഹത്തിന്റെ ചടങ്ങുകൾക്കിടയിൽ കോടിയിടാൻ ചെന്നപ്പോൾ അവളെ ഒരു നോക്ക് കണ്ടു. ബന്ധുക്കളും പഴയ പരിചയക്കാരും ചോദിച്ച കുശലങ്ങൾക്കെല്ലാം യാന്ത്രികമായി മറുപടി പറഞ്ഞു. അവരിൽ മിക്കവരുടെയും പേരുകൾ ഓർമ്മയിൽ വന്നിട്ടും അവളുടെ പേരു മാത്രം ഓർക്കാൻ കഴിയുന്നില്ല എന്നത് അയാളിൽ സങ്കടവും പരിഭ്രാന്തിയും ഉണ്ടാക്കി. പിറ്റേന്നു മടങ്ങി. മടക്കത്തിലും ആദി വിട്ടുമാറിയിരുന്നില്ല. മറ്റാരുടെ പേര് മറന്നാലും അവളുടെ പേര് മറക്കാൻ പാടുള്ളതാണോ? എത്ര പ്രാവശ്യം ഉരുവിട്ട പേരാണ്, എത്ര സ്വപ്നങ്ങളിൽ മന്ത്രിച്ച നാമമാണ്. ലോകത്തിലുള്ള എല്ലാ സ്ത്രീകളുടെയും പേരു മറന്നാലും ആദ്യം മനസ്സിൽ വന്നു വീണ അവളുടെ പേരു മറക്കാൻ തനിക്ക് എങ്ങനെ കഴിയുന്നു? തിരികെ വന്ന് സെക്രട്ടേറിയറ്റിലെ ജോലിയിൽ പ്രവേശിച്ചപ്പോഴും മനസ്സ് ആ സമസ്യയിൽ തന്നെ ഉടക്കി കിടന്നു. അവളുടെ പേര് മറന്നതിലെ കുറ്റബോധമോ മനസാക്ഷിക്കുത്തോ ആയിരുന്നില്ല പിള്ളയെ പ്രധാനമായും അലട്ടിയത്. തൻ്റെ ഓർമ്മശക്തിക്ക് സാരമായ എന്തോ തകരാറ് സംഭവിച്ചിരിക്കുന്നു എന്ന ഭീതിയാണ് അദ്ദേഹത്തെ ഏറെ അലോസരപ്പെടുത്തിയത്. വേണമെങ്കിൽ കമലയമ്മയോട് ചോദിച്ചാൽ അറിയാവുന്നതേയുള്ളൂ. പക്ഷേ തൻ്റെ ആദ്യ പ്രണയത്തെപ്പറ്റി ഏതാണ്ടെല്ലാം കേട്ടുവച്ചിട്ടുള്ള അവളോട് ഇപ്പോൾ ഈ വൈകിയ വേളയിൽ ആ പേരു തിരക്കുന്നതിലെ അഭംഗിയും അത് വരുത്തി വച്ചേക്കാവുന്ന മറ്റ് അപകടങ്ങളും മുൻകൂട്ടി ഊഹിക്കാൻ കഴിയുന്നതുകൊണ്ട് പിള്ള ആ സാഹസത്തിന് ഒരുമ്പെട്ടില്ല. തന്നെയുമല്ല, പരസഹായമില്ലാതെ ആ പേര് ഓർത്തെടുക്കണം എന്നത് ഒരു വാശിയായി പിള്ളയെ പിന്തുടരാനും തുടങ്ങി. മനസ്സ് എപ്പോഴും ആ ഒരു ബിന്ദുവിൽ തന്നെ ഉടക്കി നിർത്തിക്കൊണ്ട് അയാൾ ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചു. എന്നാൽ അത് കൂടുതൽ കുഴപ്പങ്ങൾക്ക് വകവയ്ക്കുകയാണുണ്ടായത്. പൊതുവെ കൂർമ്മബുദ്ധിയായ അയാൾ തൻ്റെ എല്ലാ ശേഷിയും ഒരൊറ്റ മുനയിലേക്ക് ആവാഹിച്ചു നിർത്തിയത് കൊണ്ട് ദിവസങ്ങൾ തള്ളി നീക്കാൻ തുടങ്ങിയപ്പോൾ സഹപ്രവർത്തകർക്കും വീട്ടുകാർക്കും അമ്പരപ്പും ഇച്ഛാഭംഗവും സൃഷ്ടിച്ച ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായി വന്നു. ഏത് ഫോൺ നമ്പറും നാവിൻ തുമ്പിൽ നിന്ന് എന്ന പോലെ എടുത്തു കൊടുത്തിരുന്ന ആളാണ് ശങ്കരനാരായണ പിള്ള. ഒപ്പം ജോലിയിലുള്ളവർ ടെലിഫോൺ ഡയറക്ടറിയെ ആശ്രയിക്കാതെ മിക്കപ്പോഴും പിള്ളയോട് ചോദിച്ചാണ് നമ്പറുകൾ എടുത്തിരുന്നത്. പഴയ ശീലം വെച്ചുകൊണ്ട് അവർ ചോദിച്ചപ്പോൾ പിള്ള ഉറക്കത്തിൽ നിന്നെന്നതുപോലെ ഞെട്ടിയുണർന്ന് ഫോൺ നമ്പറുകൾക്കായി പതറി. പലപ്പോഴും അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്ന നമ്പറുകൾ തെറ്റായി മാറി. ഫയലുകൾ പുട്ടപ്പ് ചെയ്യുന്നതിലും നോട്ടുകൾ തയ്യാറാക്കുന്നതിലും അസാധാരണമായ ശുഷ്കാന്തിയും സാമർഥ്യവും പ്രകടിപ്പിച്ചിരുന്ന ആ മനുഷ്യനിൽ നിന്ന് മിക്കപ്പോഴും ബാലിശമായ തെറ്റുകൾ ഉണ്ടാവുന്നത് മേലുദ്യോഗസ്ഥന്മാർ ആദ്യം സഹതാപപൂർവം പിന്നെ കർശനമായും ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. വീട്ടിലും സംഭവിച്ചു അബദ്ധങ്ങൾ പലതും. ഒരിക്കൽ സ്വന്തം ടൂത്ത് ബ്രഷിൻ്റെ നിറം മറന്നുപോയ അയാൾ വളരെ പാടുപെട്ട് കൗശലം ഉപയോഗിച്ചുമാണ് ഭാര്യയെ അക്കാര്യം അറിയിക്കാതെ സംഗതി സാധിച്ചത്. പിന്നെ ഒരിക്കൽ റേഡിയോയുടെ ബാൻഡ് മറന്ന് കുറേ നേരം തിരിക്കേണ്ടി വന്നു. വീട്ടിലെ മുറികളുടെ താക്കോലുകൾ തമ്മിൽ പിശകാൻ തുടങ്ങി. അപ്പോഴെല്ലാം മനസ്സ് പിടികൊടുക്കാതെ കളിച്ചുകൊണ്ടിരുന്ന ആ സ്ത്രീനാമത്തിൻ്റെ പിന്നാലെയായിരുന്നു. 23 ദിവസത്തെ ക്ലേശങ്ങൾക്കും മനോവിഷമത്തിനും അപമാനങ്ങൾക്കും ശേഷം അയാൾക്ക് ആ പേര് ഒരു വെളിപാട് പോലെ കിട്ടി. വനജ. പ്രായാധിക്യം കാരണമല്ല തനിക്ക് ഈ ഓർമ്മത്തെറ്റുണ്ടായത് എന്ന് പിള്ളയ്ക്ക് അറിവുണ്ടായിരുന്നു. റിട്ടയർ ചെയ്യാൻ ഇനിയും 3-4 വർഷങ്ങൾ കിടക്കുന്നു. വായിക്കാൻ കണ്ണട ഉപയോഗിച്ചതു തന്നെ വളരെ അടുത്ത കാലത്താണ്. അങ്ങിങ്ങ് ഓരോ നര കാണാമെന്നല്ലാതെ പറ്റേ നരച്ചു എന്ന് പറയാറായിട്ടില്ല. പല്ലിനും ക്ഷയമൊന്നുമില്ല. പിന്നെ എങ്ങനെ ഈ ഓർമ്മത്തെറ്റുകൾ? തനിക്ക് നേരിട്ടിരിക്കുന്ന ഈ അത്യാപത്ത് മറ്റൊരാളും അറിയരുതെന്ന് സ്വാഭാവികമായും പിള്ള ആഗ്രഹിച്ചു.
രഹസ്യമായി ഓർമ്മശക്തിയെയും നാഡീവ്യൂഹത്തെയും തലച്ചോറിനെയും കുറിച്ചുള്ള ബുക്കുകൾ വാങ്ങി വായിച്ചു. അമിതമായി പുകവലിക്കുന്നവരിൽ ഒരു ചെറിയ ശതമാനത്തിന് ഇങ്ങനെ ഒരപകടം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് എവിടെയോ വായിച്ചതോടെ വല്ലപ്പോഴും പുകവലിക്കുന്ന ശീലം പോലും ദിവസം ഏറിയാൽ 5 ഉപേക്ഷിച്ചു. എന്നിട്ടും അബദ്ധം പിണഞ്ഞു. പുകവലി നിർത്തിയ കാര്യം മറന്ന് ഒരിക്കൽ ഒരു സുഹൃത്തിൻ്റെ കയ്യിൽ നിന്ന് സിഗരറ്റ് വാങ്ങി വലിച്ചു കളഞ്ഞു. ഓഫീസിൽ അദ്ദേഹത്തിൻ്റെ ഇമേജ് തകരാൻ തുടങ്ങിയത് പെട്ടെന്നായിരുന്നു. പിള്ളയ്ക്ക് എന്തോ കാര്യമായ തകരാറ് സംഭവിച്ചിട്ടുണ്ട് എന്ന് സഹപ്രവർത്തകരും മേലുദ്യോഗസ്ഥന്മാരും രഹസ്യമായി പരസ്പരം പറഞ്ഞു. കാരണം ഓർമ്മത്തെറ്റുകൊണ്ട് അയാൾ വരുത്തിക്കൂട്ടിയ അബദ്ധങ്ങളുടെ പട്ടിക ദിവസം ചെല്ലും തോറും പെരുകിക്കൊണ്ടിരുന്നു. ഏലിയാമ്മ ഫിലിപ്പിനെ സാറാമ്മ ജോർജ് എന്ന് പേരുമാറി വിളിച്ച സംഭവം ഓഫീസിൽ വലിയൊരു സംസാര വിഷയമായി. ഓഫീസിലേക്കെന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് അക്കാര്യം മറന്ന് കമ്പോളത്തിൽ പോയി ഒരു സഞ്ചി നിറയെ പച്ചക്കറിയും വാങ്ങി മടങ്ങിയെത്തിയ ദിവസം ഭാര്യ ഞെട്ടി നിന്നുപോയി. ദശാബ്ദങ്ങളായി മുടങ്ങാതെ ബസ് കാത്തു നിൽക്കുന്ന സ്റ്റോപ്പ് മാറി വേറൊരു ബസ് സ്റ്റോപ്പിൽ പോയി നിന്നതു കാരണം പിന്നെ ഒരിക്കൽ ഓഫീസിലെത്താൻ വൈകി. വേറൊരു തവണ മുകളിലേക്ക് ഏറ്റവും അത്യാവശ്യമായി അയക്കേണ്ട ഒരു ഫയൽ അവിടെ എത്താതെ ഓഫീസ് മുഴുവൻ കീഴ്മേൽ മറിഞ്ഞു തിരയേണ്ടി വന്നു. രാത്രിയിൽ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ ബ്രീഫ് കേസിൽ ആ ഫയലിരിക്കുന്നു. ഇങ്ങനെ 100 സംഭവങ്ങൾ കാരണം ഓഫീസ് ജീവിതം ദുസ്സഹവും അപഹാസ്യവുമായി തുടങ്ങിയപ്പോൾ ആരോടും ആലോചിക്കാതെ ഒടുവിൽ ശങ്കരനാരായണ പിള്ള വോളണ്ടറി റിട്ടയർമെൻ്റ് എടുത്ത് സർവീസിൽ നിന്ന് വിരമിച്ചു. അക്കാര്യം മറന്നു പിറ്റേന്നും യാന്ത്രികമായി ഓഫീസിലേക്ക് പുറപ്പെട്ടെങ്കിലും ബെഡിൽ വെച്ച് സംഗതി ഓർക്കാൻ ഇടവന്നതുകൊണ്ട് ഒരു വലിയ ചളിപ്പ് ഒഴിവാക്കാൻ കഴിഞ്ഞു. ഭർത്താവിനെ പുറമേ കാണുന്നവരിൽ നിന്നൊക്കെ വ്യത്യസ്തവും ഭീകരവുമായ എന്തോ തകരാറ് സംഭവിച്ചിട്ടുണ്ടെന്ന് ഇതിനോടകം കമലമ്മയ്ക്കും ശൈലജയ്ക്കും ശൈലജയുടെ ഭർത്താവ് സോമൻ നായർക്കും ബോധ്യപ്പെട്ടു കഴിഞ്ഞിരുന്നു. ആദ്യം അമ്പരപ്പും പരിഭ്രാന്തിയും തോന്നിയെങ്കിലും പോകെ അവരാ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെട്ടു. മാസാരംഭത്തിൽ പെൻഷൻ വാങ്ങാൻ പോകേണ്ട കാര്യം പിള്ള മറന്നു പോകാതെ ഭാര്യ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. എന്നിട്ടും കണക്കും കാര്യവും തെറ്റുന്നെന്നു കണ്ട് സംഗതി ഒരു ദേശസാൽകൃത ബാങ്ക് വഴിയാക്കി. പിള്ളയുടെ മറവിക്ക് ഇതിനിടെ പുതിയ രൂപഭാവങ്ങൾ കൈവന്നിരുന്നു. ഉദാഹരണത്തിന് പിള്ള പെൻസിൽ കാണുന്നു എന്ന് വയ്ക്കുക. ശീലം കൊണ്ട് എന്നതുപോലെ പെൻസിൽ എടുത്ത് അദ്ദേഹം മുന ചെത്തുന്നു. ചെത്തിക്കഴിയുമ്പോൾ കയ്യിലിരിക്കുന്ന വസ്തുവിൻ്റെ പേര് മറന്നു പോകുന്നു. പിന്നെ ആ ദിവസം മുഴുവൻ ചിലപ്പോൾ ദിവസങ്ങളോളം തനിക്ക് നല്ലതുപോലെ അറിയാമായിരുന്ന ആ പേരിനു വേണ്ടിയുള്ള പരതൽ ആരംഭിക്കുകയായി. ഒരു പെൻസിൽ കാണിച്ചിട്ട് ഇതിൻ്റെ പേരെന്താ എന്ന് മറ്റാരോടെങ്കിലും ചോദിക്കുന്നതിലെ അനൗചിത്യത്തെപ്പറ്റി ബോധ്യമുള്ളതുകൊണ്ട് അദ്ദേഹം തൻ്റെ അങ്കലാപ്പ് ആരെയും അറിയിക്കാതെ കൊണ്ടു നടക്കുന്നു. ഒടുവിൽ എപ്പോഴെങ്കിലും പെൻസിൽ എന്ന വാക്ക് മനസ്സിൽ തട്ടുമ്പോൾ നിധി കിട്ടിയതുപോലെ ആഹ്ലാദിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ മേശ, കസേര, കണ്ണട, ജനാല, കുളിമുറി, റോസാപ്പൂവ്, ശൗചം ചെയ്യേണ്ട കൈ, സ്കൂട്ടർ, കർച്ചീഫ് തുടങ്ങി സമസ്ത വസ്തുക്കളും പിള്ളയെ അലട്ടാൻ തുടങ്ങി. ഭാര്യയുടെയും മരുമകൻ്റെയും കൂടെ ഒരിക്കൽ ഒരു സൈക്യാട്രിസ്റ്റിനെ കണ്ടെങ്കിലും കുറെ ന്യൂറോബയോൺ ഗുളികകൾ തിന്നു എന്നല്ലാതെ അതുകൊണ്ടും പ്രയോജനമേതും ഉണ്ടായില്ല. ഒരിക്കൽ ബോംബെയിൽ ജോലിയുള്ള മകനും കുടുംബവും അവധിക്ക് വന്നപ്പോൾ പിള്ളയ്ക്ക് മകൻ്റെ പേര് ഓർക്കാൻ കഴിയാതെ വന്നത് കമലമ്മയെ കുറെ കരയിപ്പിച്ചു. മകൻ്റെ ഭാര്യയുടെയും അവരുടെ കുട്ടികളുടെയും പേരുകൾ കൃത്യമായി പറഞ്ഞ പിള്ളയ്ക്ക് ചുമതലാബോധത്തിൻ്റെ മൂർത്തിമത് ഭാവമായിരുന്ന ആ പിതാവിന് മകൻ്റെ പേര് മാത്രം ഉടനെ ഒന്നും ഓർത്തെടുക്കാൻ കഴിഞ്ഞില്ല. വർഷങ്ങൾ നീങ്ങിയതോടെ മറവിയുടെ കോട്ടയ്ക്കുമേൽ പുതിയ പൂപ്പലുകൾ മുളച്ചു. പരിചിതങ്ങളായ മുഖങ്ങൾ കണ്ടാൽ പോലും പിള്ളയ്ക്ക് അതാരാണെന്ന് ഓർത്തെടുക്കാൻ വയ്യാത്ത അവസ്ഥയായി. പിന്നെ ഏറെ നേരത്തെ അധ്വാനത്തിനു ശേഷം ആളെ പിടികിട്ടുമ്പോൾ അദ്ദേഹത്തിന് കരച്ചിൽ വരാൻ തുടങ്ങുന്നതും സാധാരണമായി. അതിഥികൾ, ബന്ധുക്കളും മറ്റും വരുമ്പോൾ അവരെ മുന്നിലേക്കു നീക്കി നിർത്തി ഇതാരാ പറയാമോ എന്ന മട്ടിൽ ഭാര്യയോ മകളോ ചോദിക്കുന്നതും പിള്ള ഉത്തരം കിട്ടാതെ കുഴങ്ങുന്നതും ആ വീട്ടിൽ നിത്യസംഭവങ്ങളായി. ഒരിക്കൽ സോമൻ നായർ ഓഫീസിൽ നിന്നും മടങ്ങി വന്ന് വീട്ടിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ പിള്ള വഴി തടഞ്ഞു നിന്ന് ആരാ
മനസ്സിലായില്ലല്ലോ എന്ന് പറഞ്ഞത് ആ വീട്ടിൽ നീണ്ടുനിന്ന് കൂട്ടച്ചിരിക്ക് വഴിയൊരുക്കി. പക്ഷേ ആ ചിരി പോലും പിള്ളയെ നോവിച്ചില്ല. കാരണം അപ്പോൾ തന്നെ അദ്ദേഹം അത് മറന്നു കഴിഞ്ഞിരുന്നു. മറന്ന് പിള്ള തീർത്തും മറവിയുടെ ലോകത്തായി. തനിക്ക് ഇങ്ങനെ ഒരു അപാകതയുണ്ടെന്ന് ആരോട് പറയുന്നതിലും അദ്ദേഹത്തിന് ലജ്ജയോ അപകർഷതാബോധമോ ഇല്ലാതെയായി. വരാന്തയുടെ സൈഡിലുള്ള തൻ്റെ പഴയ ഓഫീസ് മുറിയിൽ ഒറ്റയ്ക്ക് കിടന്ന് മറന്നുപോയ നൂറായിരം കാര്യങ്ങൾ ഓർത്തെടുക്കാൻ അദ്ദേഹം വൃഥാ ശ്രമിച്ചു. ആഹാര സമയങ്ങളിൽ ഭാര്യ വന്ന് ഓർമ്മിപ്പിക്കുന്നത് കൊണ്ട് അതുമാത്രം കൃത്യമായും മുടങ്ങാതെയും നടന്നു പോന്നു. ചിലപ്പോൾ താൻ ആരാണെന്നും തൻ്റെ പേരെന്താണെന്നും ഓർത്തെടുക്കാൻ അദ്ദേഹം ആഴ്ചകളെടുത്തു. കണ്ണടച്ചു കിടന്ന് അഴിയാക്കുരുക്കിൻ്റെ കെട്ടുകളിൽപ്പെട്ട് അദ്ദേഹം വലഞ്ഞു. തൻ്റെ അമ്മ, അച്ഛൻ, അനിയത്തി, കുട്ടിക്കാലം, ഓഫീസിലെ കൂട്ടുകാർ, സ്വന്തം വീട്ടിലെ മുറികൾ, നിറങ്ങൾ എന്നിങ്ങനെ എല്ലാം ക്രമേണ മറവിയുടെ തിരശീലയ്ക്കപ്പുറത്തായി. ഒരിക്കൽ പച്ചയും കറുപ്പും തമ്മിൽ വേർതിരിച്ചു പറയാൻ കഴിയാതെ അദ്ദേഹം കൊച്ചുമോൾ പ്രീതിയുടെ മുന്നിൽ പരിഹാസപാത്രമായി. വല്ലപ്പോഴും മാത്രം കാറും കോളുമില്ലാത്ത തെളിഞ്ഞ പകലിൽ വെട്ടുന്ന വെള്ളിടി പോലെ ഏതെങ്കിലും ഒരു സംഭവമോ മുഖമോ പേരോ മനസ്സിലേക്ക് പാറി വീഴുമ്പോൾ അദ്ദേഹം അത്യാഹ്ലാദം കൊണ്ട് ചിരിച്ചു. പക്ഷേ അപ്പോഴേക്കും ആ വീട്ടിൽ പിള്ളയുടെ ചിരിക്കോ കരച്ചിലിനോ അർത്ഥമില്ലാതെയായിരുന്നു. ഉപയോഗമില്ലാത്ത ഒരു പഴയ വളർത്തു പൂച്ചയെ പോലെ അദ്ദേഹം എപ്പോഴും തൻ്റെ മുറിയിലെ ഈസി ചെയറിൽ ചാരിക്കിടന്നു. ഇനി ഒരിക്കലും തനിക്കൊന്നും ഓർക്കാൻ കഴിയില്ലെന്ന വസ്തുത പോലും പിള്ളയ്ക്ക് ഓർക്കാൻ കഴിഞ്ഞില്ല. പിള്ളയ്ക്ക് 72 വയസ്സു കഴിഞ്ഞു. ശൈലജയുടെ കുട്ടി പ്രീതിയുടെ വിവാഹം കഴിഞ്ഞ് ഒരു ടൂറിസ്റ്റ് ടാക്സിയിൽ വരുമ്പോൾ നാഷണൽ ഹൈവേയുടെ ഇരുവശങ്ങളിലും അക്കേഷ്യ മരങ്ങൾ പൂക്കുന്നത് ചൂണ്ടിക്കാട്ടി സഹയാത്രികർ ഗുണദോഷ വിചിന്തനം നടത്തിയത് പിള്ളയ്ക്ക് ഒട്ടും മനസ്സിലായില്ല. ആ നാളുകളിൽ ഒരിക്കൽ ഒരു അത്ഭുതം സംഭവിച്ചു. കറ്റാനത്തു നിന്ന് വന്ന ഒരു പഴയ ബന്ധുവിനെ ഒറ്റ നോട്ടത്തിൽ പിള്ള തിരിച്ചറിഞ്ഞു. 20ഓളം വർഷങ്ങൾക്കു ശേഷം കണ്ടുമുട്ടിയ ആ മനുഷ്യൻ്റെ പേരും മറ്റു വിശദ വിവരങ്ങളുമെല്ലാം ഒറ്റയടിക്ക് പിള്ളയുടെ മനസ്സിലേക്ക് ഓടിക്കയറി. നമ്മളെന്നാ അവസാനം കണ്ടതെന്ന് ഓർമ്മയുണ്ടോ? പിള്ളയുടെ ഓർമ്മക്കുറവ് ഇതിനോടകം പ്രസിദ്ധമായി കഴിഞ്ഞിരുന്നതുകൊണ്ട് എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ബന്ധു സഹതാപം കിനിയുന്ന സ്വരത്തിൽ അന്വേഷിച്ചു. പിള്ളയ്ക്കത് ഓർമ്മ വന്നു. തൻ്റെ അപ്പച്ചി KM ഗൗരിയമ്മ എന്ന വനജയുടെ അമ്മയുടെ മരണം അന്വേഷിച്ചു ചെന്നപ്പോഴാണ് ഈ വ്യക്തിയെ ഒടുവിൽ കണ്ടത്. പരമേശ്വരൻ നായർ എന്നു പേരുള്ള ഈ മനുഷ്യൻ അക്കാലത്ത് കുട്ടികൾ ഉണ്ടാകാത്തതിനെ ചൊല്ലി സന്താപം അനുഭവിക്കുന്ന കാലമായിരുന്നു. അന്നത്തെ സംഭാഷണത്തിനിടയിൽ മണ്ണാറശാലയിൽ ഉരുളി കമിഴ്ത്തുന്നതിനെപ്പറ്റി പരാമർശമുണ്ടായിരുന്നു. എല്ലാം പകൽ പോലെ തെളിഞ്ഞു വന്നു. ഓർമ്മയില്ല അല്ലേ? പരമേശ്വരൻ നായർ ബധിരന്മാരോട് ചോദിക്കുന്നത് പോലെ ശബ്ദമുയർത്തി ചോദിച്ചു. ഇല്ല. പിള്ളയ്ക്ക് അപ്പോഴാണ് പറയാൻ തോന്നിയത്. അങ്ങനെ പറയാൻ വേറൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. ആ സംസാരം നീട്ടിക്കൊണ്ടു പോകാൻ പിള്ളയ്ക്ക് തീരെ താല്പര്യം തോന്നിയില്ല. പകരം ഓർമ്മയുടെ വാതിലുകൾ തുറന്നു കിട്ടിയത് എത്രത്തോളം ഉണ്ടെന്ന് പരിശോധിക്കാനായിരുന്നു അദ്ദേഹത്തിന് തിടുക്കം. അങ്ങനെ പരിശോധിച്ചപ്പോൾ ഉരുൾപൊട്ടലിൻ്റെ ഊറ്റത്തോടെ പിള്ളയുടെ മനസ്സിലേക്ക് ഭൂതകാലം ഇരച്ച് കടന്നു വന്നു. അപ്പോൾ കടന്നു വന്ന വർഷങ്ങളിലെ കൊച്ചു സംഭവങ്ങൾ പോലും വ്യക്തമായി ഓർക്കാൻ കഴിയുന്നു. സർവീസിൽ നിന്ന് വിരമിച്ചതിനോടനുബന്ധിച്ച് നടത്തിയ യാത്രയയപ്പ് യോഗത്തിൽ തൻ്റെ 2 സഹപ്രവർത്തകരുടെ പേരുകൾ പരസ്പരം മാറ്റി പ്രസംഗിച്ചപ്പോൾ സദസ്സിലുണ്ടായ മ്ലാനതയും മർമ്മരവും വ്യക്തമായി ഓർമ്മ വന്നു. ബോംബെയിൽ ജോലി നോക്കുന്ന മകൻ സതീഷ് ബാബു അവിടെ സ്ഥിര താമസമാക്കിയപ്പോൾ ക്ഷണിച്ചുകൊണ്ട് എഴുതിയ കത്തിലെ വാചകങ്ങൾ മനസ്സിലേക്ക് ഓടിയെത്തി. കൈനകരിക്കാരൻ ഗോവിന്ദക്കുറുപ്പുമായി കല്യാണം ഉറപ്പിച്ചു എന്നറിഞ്ഞ് തൻ്റെ മുന്നിൽ നിന്ന് വിങ്ങിക്കരഞ്ഞ വനജയുടെ കണ്ണുനീരിൻ്റെ ചവർപ്പ് ചുണ്ടിലെത്തി. പിന്നെയും പുറകോട്ട് പോയപ്പോൾ കുട്ടിക്കാലത്തെ പാടങ്ങളുടെ നടുവിലൂടെ സ്കൂളിലേക്ക് പോയതും ഒരിക്കൽ മടങ്ങി വരവേ ഒരു വലിയ നീർക്കോലി നിലവിളിക്കുന്ന തടിയൻ തവളയെ പാതി വിഴുങ്ങി വെച്ചിരിക്കുന്നത് കണ്ട് പേടിച്ചോടിയതും വ്യക്തമായി ഓർത്തു. ഓർമ്മയുടെ ആകസ്മികമായ ആ മടങ്ങി വരവിൽ നീന്തിപ്പോയപ്പോൾ 2 വയസ്സിൽ കുടിച്ച അമ്മിഞ്ഞപ്പാൽ വയറ്റിൽ പിരിഞ്ഞ് കൗട്ടിയതും അമ്മ അത് മുണ്ടിൻ്റെ കോന്തല കൊണ്ട് തുടച്ചു കളഞ്ഞതും വീണ്ടും കണ്ടു. പക്ഷേ പിള്ള ആരോടും ഈ സംഭവ വികാസത്തെ
പറ്റി പറയാൻ പോയില്ല. അവാച്യമായ ആഹ്ലാദത്തോടെ ഓർമ്മയുടെ കല്ലറകൾ ഓരോന്നായി തുറന്നു പരിശോധിച്ച് പണ്ടു പഠിച്ച ഏതോ കുട്ടിപ്പാട്ട് മൂളി അദ്ദേഹം അങ്ങനെ കിടന്നു. ഊണു സമയമായപ്പോൾ ഊണ് കഴിക്കാനുള്ള നേരമായി എന്ന് അദ്ദേഹം ഓർത്തു. എങ്കിലും പതിവ് തെറ്റിക്കാൻ പോയില്ല. ഭാര്യ വന്നു വിളിച്ചിട്ടേ ഉണ്ണാൻ പോയുള്ളൂ. ഊണ് കഴിഞ്ഞ് പതിവുള്ള ഉച്ചമയക്കത്തിനായി കിടക്കുമ്പോൾ വേറെ അത്ഭുതം കൂടി സംഭവിച്ചു. അപ്പോഴേക്കും കുഞ്ഞുനാൾ മുതൽ ഇതപര്യന്തമുള്ള സംഭവങ്ങൾ മുഴുവൻ മനസ്സിൽ വന്ന് നിരന്നു കഴിഞ്ഞിരുന്നു. എന്തു വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും തൊട്ടെടുക്കാമെന്ന അവസ്ഥ. അതിനോടൊപ്പം മനസ്സ് ഭാവിയിലേക്കും പിച്ച വെക്കാൻ തുടങ്ങുന്നത് പിള്ള അറിഞ്ഞു. ഇന്ന് സന്ധ്യയ്ക്ക് മുമ്പായി വീട്ടിൽ കൈക്കും കാലിനും ബാൻഡേജ് ഇട്ട് ഒരാൾ കയറി വരുമെന്ന് അദ്ദേഹം കണ്ടു. അപ്പോഴുയരുന്ന നിലവിളിയും ചീറ്റലും സംസാരവുമെല്ലാം അദ്ദേഹം വ്യക്തമായി കേട്ടു. ആ സംഭാഷണ ശകലങ്ങൾ ശ്രദ്ധിച്ചു കിടന്നപ്പോൾ അപകടം പിണഞ്ഞു വന്നിരിക്കുന്നത് മരുമകൻ സോമൻ നായരല്ലാതെ മറ്റാരുമല്ലെന്നും അദ്ദേഹത്തിന് പിടികിട്ടി. ആരോടെങ്കിലും ഇത് പറഞ്ഞാൽ വിഡ്ഢിത്തമാകുമെന്ന് അറിയാവുന്നതുകൊണ്ട് പിള്ള ആരോടും ഒന്നും ഉരിയാടാൻ പോയില്ല. പക്ഷേ അന്ന് വൈകുന്നേരം സ്കൂട്ടറിൽ നിന്ന് വീണ് കൈക്കും കാലിനും ചില്ലറ പരിക്കുകളും ബാൻഡേജുമായി സോമൻ നായരെ വീട്ടിൽ കൊണ്ടുവന്നു. നേരത്തെ പിള്ള കേട്ട നിലവിളിയും സംസാരവും വള്ളി പുള്ളി തെറ്റാതെ വീണ്ടും കാതിലെത്തി. അതോടെ പിള്ളയുടെ മനസ്സ് ഉഷാറിലായി. ഭാവിയിലേക്ക് തുറന്നു പിടിച്ച കണ്ണുമായിരുന്നപ്പോൾ രാത്രി 9 മണിക്ക് വീട്ടിലെ കറണ്ട് പോകുന്നതും അരമണിക്കൂർ കഴിഞ്ഞ് തിരികെ വിളക്കുകൾ തെളിയുന്നതും 10:30 മണിക്ക് അടുത്ത വീട്ടിലെ ആശ എന്ന പെൺകുട്ടി ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ച സൽവാർത്തയുമായി ആശയുടെ അച്ഛൻ RPP മേനോൻ വീട്ടിലെത്തുന്നതും 12 മണിക്ക് തൊട്ടു മുമ്പേ റോഡിലൂടെ ഒരു ഫയർ എഞ്ചിൻ മണിയടിയുമായി അലറിപ്പാഞ്ഞു പോകുന്നതും അദ്ദേഹം മുൻകൂട്ടി കണ്ടു. മൂന്നും അതുപോലെ സംഭവിച്ചു. ആ രാത്രി പിള്ളയെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും പൊട്ടിവിരിഞ്ഞു. ഈ അപൂർവസിദ്ധി നീണ്ടു നിൽക്കുകയും അത് വളർത്തിയെടുക്കുകയും ചെയ്താൽ താൻ ഇത്ര കാലവും അനുഭവിച്ച അപമാനവും വേദനയും പാടേ അകലുമെന്നും അതിൻ്റെ സ്ഥാനത്ത് ആദരവും ആരാധനയും നിറയുമെന്നും അറിയാൻ പിള്ളയ്ക്ക് അധികം ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഉറക്കം വരാതെ കിടക്കുമ്പോൾ ഏറെ വർഷങ്ങൾക്കു ശേഷം താൻ പിറ്റേന്ന് വെളുപ്പിന് നടക്കാനിറങ്ങുന്നത് പിള്ള കണ്ടു. വീട്ടിൽ ആരെങ്കിലും അറിഞ്ഞാൽ സമ്മതിക്കില്ല എന്നത് ഉറപ്പായിരുന്നു. അതുകൊണ്ട് എല്ലാവരും ഉണരുന്നതിന് മുമ്പേ ഇറങ്ങി. ഏറെ നാൾ കൂടിയിട്ടാണ് ഗേറ്റിന് പുറത്തേക്ക് ഇറങ്ങുന്നത്. കൃത്യമായി പറഞ്ഞാൽ 17 വർഷവും 9 മാസവുമാകുന്നു. ഇക്കാലം കൊണ്ട് റോഡിന് വലിയ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ഇടത്തോട്ട് തിരിഞ്ഞു നടന്നപ്പോൾ വലിയ ഒരു ബഹുനില കെട്ടിടം കാണാൻ കഴിഞ്ഞു. അതിനപ്പുറം പണ്ട് തരിശായി കിടന്നിരുന്ന കുന്നിൻ്റെ സ്ഥാനത്ത് ഒരേ മട്ടും ഭാവവുമുള്ള അസംഖ്യം ക്വാർട്ടേഴ്സുകൾ. അതും കഴിഞ്ഞപ്പോൾ റോഡ് 2ആയി പിരിഞ്ഞു. വലത്തോട്ടുള്ള വഴിയെ നടന്ന് വീണ്ടും പുതിയ കാഴ്ചകൾ കണ്ടു. ട്രാക്ക് സ്യൂട്ട് ഇട്ട് ഓടിപ്പോകുന്ന ചെറുപ്പക്കാരും മോർണിംഗ് വാക്കിനിറങ്ങിയ മധ്യവയസ്കരും പിള്ളയെ ശ്രദ്ധിച്ചില്ല. റോഡിൻ്റെ ഇരുവശങ്ങളിലും വലിയ മരങ്ങൾ ഇല കൊഴിഞ്ഞു നിന്നു. അവയിലിരുന്ന് കാക്കകൾ കരഞ്ഞു കാഷ്ടമിട്ടു. ആനന്ദാശ്രുക്കളുമായി അദ്ദേഹം ഉറങ്ങി. പിറ്റേന്ന് വെളുപ്പിന് വീട്ടുകാരും ഉണരും മുമ്പേ അദ്ദേഹം ശബ്ദമുണ്ടാക്കാതെ പടി തുറന്ന് പുറത്തെ റോഡിലേക്ക് ഇറങ്ങി. അപ്പോൾ മഞ്ഞ് പെയ്യുന്നുണ്ടായിരുന്നു. തലേ ദിവസം കണ്ട ബഹുനില കെട്ടിടവും ഒരേ മട്ടിലുള്ള ക്വാർട്ടേഴ്സുകളും ഇലയില്ലാത്ത മരച്ചില്ലകളും കണ്ട് കോളറിന്മേൽ നിന്ന് കാക്കക്കാഷ്ടം തുടച്ചു കളഞ്ഞ് സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അദ്ദേഹത്തിന് ശരിക്കും ഒരു കൊച്ചുകുട്ടിയുടെ ചുറുചുറുക്ക് അനുഭവപ്പെട്ടു. സ്റ്റേഡിയത്തിൽ ആരോഗ്യവാന്മാർ വന്നു തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ദൂരെ ദൂരെ ചിലരൊക്കെ പുഷപ്പ് എടുക്കുകയോ ഓടുകയോ ചെയ്യുന്നത് കണ്ടു. അവരെല്ലാം അവരുടെ ലോകങ്ങളിലായിരുന്നതുകൊണ്ട് ആരും പിള്ളയെ ശ്രദ്ധിച്ചില്ല. കിതപ്പാറ്റി നിന്ന് പിള്ള ഓർമ്മയുടെ അറകൾ തുറന്നു. 7.5 വയസ്സുള്ളപ്പോൾ മുറ്റത്തെ ഗോമാവിൻ്റെ കമ്പുകൾക്കുമേൽ ആകാശത്ത് നീല നിറത്തിലുള്ള മേഘങ്ങൾ വരച്ചിട്ട ശ്രീകൃഷ്ണനെ കണ്ടതും കാറ്റു വീശി ശ്രീകൃഷ്ണൻ ചിതറാൻ തുടങ്ങിയപ്പോൾ സങ്കടപ്പെട്ടു കരഞ്ഞതും അതിനു മുമ്പൊരിക്കൽ വീടിൻ്റെ തെക്കുവശത്തുള്ള കമുകിന്മേൽ പടർന്നു കിടന്ന പുല്ലാഞ്ഞി വള്ളികളിൽ ഒന്നിൽ കറുപ്പും ചുവപ്പും നിറമുള്ള ചിത്രശലഭത്തെ പിടിക്കാനായി പതുങ്ങി ചെന്നതും ഏതാണ്ട് പിടിച്ചു എന്നായപ്പോൾ പുല്ലാഞ്ഞി പടർപ്പിനിടയിലിരുന്ന് ഒരു ഞൊടിയിൽ
കയ്യിലും താഴെ കണ്ണാന്തളിക്കാട്ടിനിടയിൽ നിന്ന് ഒരു കാരമുള്ള കാൽവെള്ളയിലും ഒരേ സമയം കുത്തിക്കയറിയതും ചിത്രശലഭം പറന്നുപോയതും താൻ സങ്കടപ്പെട്ട് കരഞ്ഞതും വീണ്ടും മനസ്സുണർന്നു. പിള്ളയ്ക്ക് ചിരി വന്നു. അപ്പോഴേക്കും സൂര്യൻ ഉയരാൻ തുടങ്ങി. മൈതാനത്തിലെ പുൽത്തകിടിയുടെ തുമ്പുകളിൽ കോടി സൂര്യന്മാർ വെട്ടിത്തിളങ്ങി. പിള്ളയുടെ കണ്ണുകളിൽ ആ തിളക്കം വന്നു നിറഞ്ഞു. സൂര്യൻ ഇനിയും ഉയരുന്നതോടെ ആ തുള്ളികൾ മായുമെന്നും തിളക്കം മറയുമെന്നും പിള്ള ഉൾക്കണ്ണുകൊണ്ട് കണ്ടു. തിളക്കം നഷ്ടപ്പെടുന്ന ആ പുൽമേട്ടിലൂടെ പിള്ളയുടെ മനസ്സ് ഭാവിയിലേക്ക് നടന്നു കയറാൻ തുടങ്ങി. തിളങ്ങുന്ന പച്ചയിൽ നിന്ന് ഇരുണ്ട പച്ചയിലേക്കും, ഇരുണ്ട പച്ചയിന്മേൽ വെയിൽ വീണപ്പോഴുണ്ടായ വെളുത്ത പച്ചയിലേക്കും, വെളുത്ത പച്ചയുടെ ചൂടിൽ ഉരുത്തിരിയുന്ന വാടിയ പച്ചയിലേക്കും, വാടിയ പച്ചയിന്മേൽ വെയിൽ വാടിയപ്പോഴുണ്ടാകുന്ന ഇളം ചുവപ്പാർന്ന പച്ചയിലേക്കും, ചുവപ്പ് പിൻവാങ്ങിയപ്പോഴുണർന്ന കറുത്ത പച്ചയിലേക്കും അദ്ദേഹത്തിൻ്റെ മനസ്സ് കടന്നു ചെന്നു. ആ കറുപ്പിനപ്പുറത്ത് എത്ര ശ്രമിച്ചിട്ടും പിള്ളയ്ക്ക് കടന്നു ചെല്ലാൻ കഴിഞ്ഞില്ല. ക്ലേശമാണെന്നറിഞ്ഞിട്ടും ആ കറുപ്പിൻ്റെ ആവരണം ചീന്തി മാറ്റാൻ അദ്ദേഹം വൃഥാ ശ്രമിച്ചു. അപ്പോഴേക്കും കറുപ്പിൻ്റെ അസംഖ്യം പരിണാമങ്ങൾ മനസ്സിനെ പൊതിഞ്ഞു തുടങ്ങി. കുഞ്ഞുനാളിലൊരിക്കൽ പാടത്ത് ചാതിയും ചാഴിയും പെരുകി നിന്ന രാത്രിയിൽ തണുത്തു വിറച്ച് പറന്നു വന്ന 3 മിന്നാമിനുങ്ങുകളെ കൈപ്പത്തിക്കുള്ളിലാക്കി നാലാമനെയും കാത്തു നിന്നതും, മുറുക്കി പിടിച്ച മുഷ്ടിക്കുള്ളിലിരുന്ന് അവ 3 ചത്തതും, ചത്തുകഴിഞ്ഞപ്പോൾ കുരുന്നു കയ്യിൽ ഇരുട്ട് പരന്നതും, അമ്മയ്ക്ക് അനിയത്തിയെ പ്രസവിക്കാനുള്ള പേറ്റുനോവെടുത്ത രാത്രിയിൽ പതിച്ചിയെ വിളിക്കാൻ റാന്തലുമായി പോയതും, കൂരാട്ടുയക്ഷി എന്ന ദുരാത്മാവിൻ്റെ ആവാസകേന്ദ്രമായ കൂരാട്ടുകാവിനടുത്തെത്തിയപ്പോൾ കാൽ തടഞ്ഞു വീണതും അദ്ദേഹത്തിന് ഓർമ്മ വന്നു. പിന്നെ ഓരോരോ ഇരുട്ടുകൾ അണിയാണിയായി വന്ന് അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ ഇരുട്ടു നിറച്ചു. മൈതാനത്ത് നിന്ന് ശങ്കരനാരായണ പിള്ളയുടെ മഞ്ഞു നനവുള്ള ജഡം വീട്ടിലെത്തിയപ്പോൾ വീട്ടുകാർക്ക് ദുഃഖത്തേക്കാൾ ഏറെ അമ്പരപ്പായിരുന്നു. ഇതെപ്പോഴിറങ്ങിപ്പോയി? എന്തിനിറങ്ങിപ്പോയി? അതും പരസഹായമില്ലാതെ ഇത്രയും ദൂരത്തേക്ക്? അൽഷിമേഴ്സ് എന്ന രോഗത്തെക്കുറിച്ച് വളരെ പഴയ കാലത്ത് തന്നെ നമ്മുടെ എഴുത്തുകാർ കഥകളിലൂടെയൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കഥകളൊക്കെ നമ്മൾ ഈ പത്മരാജനെ പോലെയുള്ള എഴുത്തുകാരൊക്കെ കാലത്തിനേക്കാൾ മുൻപോട്ട് സഞ്ചരിച്ചവരാണ്. വളരെ രസകരമായി കഥ പറയാനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു നല്ല ഉദാഹരണമാണ് ഈ ഓർമ്മ എന്ന കഥ.